തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ നടപടി ഘടിപ്പിക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നു. ആരോപണ വിധേയരായ കോസ്മെറ്റിക്സ് ക്ലിനിക്കിന്റെ MD-യെ പ്രതി ചേർക്കാനാണ് നീക്കം. UST ഗ്ലോബലിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ നീതുവിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായത് എന്തെന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം. കുടവയർ ഇല്ലാതാക്കാമെന്ന സോഷ്യൽ മീഡിയ പരസ്യം കണ്ടാണ് നീതു കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്ലിനിക്കിലെത്തുന്നത്. അടിവയറ്റിലെ കൊഴുപ്പ് പൂർണ്ണമായും നീക്കാനുള്ള ശസ്ത്രക്രിയ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങി. തൊട്ടടുത്ത ദിവസം മുതൽ വലിയ ശാരീരിക അസ്വസ്ഥതകളാണ് നീതു അനുഭവിക്കുന്നത്. 1.5 മാസക്കാലം വേദന തിന്ന ജീവിതം. ശസ്ത്രക്രിയ നടന്നത് ഫെബ്രുവരി 22-ന്. തൊട്ടടുത്ത ദിവസം ശസ്ത്രക്രിയ നടത്തിയെടുത്ത അണുബാധ. തുടർന്ന് തിരുവനന്തപുരത്തെ മറ്റൊരാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 22 ദിവസമാണ് നീതു വെന്റിലേറ്ററിൽ കഴിഞ്ഞത്. വളരെ കഷ്ടമായിട്ടുള്ള ഒരവസ്ഥയിലാണ് കുഞ്ഞ് പോകുന്നത്. അപ്പം കുഞ്ഞ് എന്നും പറയാറുണ്ട്, എൻ്റെ അമ്മയുടെ കൈ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, എൻ്റെ അമ്മയുടെ കൈ വാ, നമ്മളെ വീട്ടിൽ വാ, കാണിച്ചു തരാം, എൻ്റെ അമ്മയ്ക്ക് വയ്യ, അമ്മ നടക്കില്ല. ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന. അനുദിനം അണുബാധ വഷളായി. കൈകാലുകളിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി നിലച്ചു. വിരലുകൾ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന അവസ്ഥയിലെത്തി. അങ്ങനെ 2 കുട്ടികളുടെ അമ്മ കൂടിയായ നീതുവിൻ്റെ കൈകാലുകളിലെ 9 വിരലുകളാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും ആശങ്ക, ഇത് ഇങ്ങനെ സർജറി ചെയ്തിട്ടിരിക്കുന്നു, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്നുള്ളൊരാശങ്കയുണ്ട്. ഇനി കഴക്കൂട്ടത്തെ വിവാദമായ കോസ്മെറ്റിക് ക്ലിനിക്കിനെ കുറിച്ച് പറയാം. ആവശ്യമായ ലൈസൻസോ മറ്റു മാനദണ്ഡങ്ങളോ ഇല്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. വലിയ പരാതികൾ മുമ്പും സ്ഥാപനത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. ചെറിയ പരാതികളല്ല. ഇതിനു മുൻപും ചികിത്സാ പിഴവിൽ ഒരു മരണം ഇതേ ക്ലിനിക്കിൽ സംഭവിച്ചതും ചരിത്രം. 2021 അടിവയറ്റിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ നടത്തിയതിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു മരണവും ഉണ്ടായിട്ടുണ്ട്. കൊല്ലം കൊട്ടാരക്കർ സ്വദേശി അമൃതരാജ് ക്ലിനിക്കിലെത്തി കാര്യമറിയിച്ചപ്പോൾ സ്വാഭാവികമാണെന്നായിരുന്നു മറുപടി. തിരിച്ചയക്കുകയും ചെയ്തു. വേദന കലശലായതോടെ തിരുവനന്തപുരത്ത് മറ്റൊരാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് മരണം. അമൃതരാജിന്റെ മരണത്തിന് ക്ലിനിക്കിലെ ശസ്ത്രക്രിയ കാരണമായി എന്ന് അന്നത്തെ DMO പോലീസിന് റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ പോലീസ് സ്വീകരിച്ചതാവട്ടെ ക്ലിനിക്കിന് അനുകൂലമായ നിലപാടും. അതുകൊണ്ട് മാത്രം അന്വേഷണം ഒന്നുമല്ലാതായി. നിലവിൽ നീതുവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് സ്വീകരിക്കുന്നത്. അതും വലിയ വിവാദമായതുകൊണ്ട് മാത്രം. എന്തായാലും ക്ലിനിക്കിൻ്റെ MD-യെ കൂടി പ്രതി ചേർത്ത് മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെ ആലോചന. നിയമപോരാട്ടത്തിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന കുടുംബവും വ്യക്തമാക്കുന്നു. അശ്വിൻ പാലാഴി, 24, തിരുവനന്തപുരം.